ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം 6 മണിയായി. ഞാൻ ആക്ച്വലി 5:45 എണീറ്റു. പുറത്തപ്പം ഇരുട്ടായിരുന്നു. സ്നോനെ പുറത്ത് ചേച്ചിക്ക് കൊണ്ടുപോയി. എന്നിട്ട് കയറി വന്നു. കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവന് വിശക്കണം. അപ്പോൾ ഞാൻ എന്താ മുട്ട ഉണ്ടാക്കാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചിക്കി കൊടുക്കും മുട്ട. എന്നാലും അവൻ എഗ് വൈറ്റ് കഴിക്കുള്ളൂ. എന്താ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് അട്ടപ്പാടിയിലാണ് വർക്ക്. 8 മണിക്ക് ഇറങ്ങണം അത് പറഞ്ഞു. 8 മണിക്ക് ഇറങ്ങണമെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ കുറച്ച് ജോലികളുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ലൈവൊന്നും വരാത്തെ എന്നതിന് ഒരു കാരണം കൂടി കാണിച്ചു തരാം. ഇന്നലത്തെ കളിയിൽ ഇതൊക്കെ വൃത്തികേടാക്കിയിട്ടേക്കാണ് പുള്ളിക്കാരൻ. ബോൾ അവിടെ നോക്ക്. മൈ നാച്ചുറൽ കേൾസ്. ഇത് സ്നോ ബേബിക്ക് വെച്ച മുട്ട ചൂടാറി. സോ അതാണ് വാരി കൊടുക്കണം. അല്ലെങ്കിൽ അവൻ മോർണിംഗ് കഴിക്കില്ല. കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് വന്ന് ഛർദ്ദിക്കും. ഇത് സ്ഥിരം പരിപാടിയാണ്. എനിക്കത് ശീലമാണ്. അതുകൊണ്ട് ഞാൻ അവനിങ്ങനെ വെച്ചു കൊടുക്കും ആദ്യം കുറച്ച് നേരം. പുള്ളിക്കാരൻ ജനലിൽ കയറി കേട്ടോ ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഉറങ്ങാൻ പോയല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇപ്പോൾ സമയം 6:30 ഞാൻ പ്ലാസ്റ്റിക്കൊക്കെ കറക്റ്റായിട്ട് വെച്ചു. പാത്രം കഴുകി വന്നപ്പോഴാണ് ഞാനത് കണ്ടത്. ഇനി വേസ്റ്റ് കളയണം. പിന്നെ എനിക്ക് കുറച്ച് കൃഷിയുണ്ട്. ഷോർട്സും റീൽസൊക്കെ കാണുന്നവർക്കറിയാം. അപ്പം അതിന് വെള്ളം ഒഴിക്കണം. മഴ പെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും അതുപോലെ വേസ്റ്റ് കളയണം. സോ ഇത്രയും പണികളാണ് ഇപ്പോൾ ഉള്ളത്. ഇനി തിരിച്ചു വരുമ്പോൾ അറിയാം. എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മുറ്റത്ത് വിസിലടിച്ച്. സോ പറഞ്ഞു വന്നത്, എൻ്റെ വീട് ഒരു പാടത്തിൻ്റെ സൈഡിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ മോർണിംഗ് എല്ലാ ദിവസവും ഞാൻ എനിക്കും സ്നോ ബേബിനെ പുറത്തിറക്കണം. അപ്പോൾ നല്ല സൺറൈസ്, നല്ല വ്യൂ കാണാൻ പറ്റും നമുക്ക്. സൺറൈസിൻ്റെ അടിപൊളിയായിട്ട് ഇങ്ങനെ മലകളുടെ ഇടയിൽ കൂടെയൊക്കെ. ഇന്നിപ്പം മഴയായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു മോർണിംഗ്. പക്ഷെ എനിക്ക് ഫോൺ എടുക്കാത്തതുകൊണ്ട് മിസ്സായിപ്പോയി. ഇതാണ് എൻ്റെ കൃഷി. മുളകാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് കൊണ്ടുവന്നിടുന്ന ഓരോ ഫുഡ് വേസ്റ്റൊക്കെ എന്തൊക്കെയോ മുളച്ച് വരുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ സ്നോ ബേബി പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഞാൻ തിരിച്ച് കയറിപ്പോവും. അതാണ് പതിവ്. എന്നിട്ട് ഈ ജനലിൽ ഇരുത്തി കൊടുക്കും. അവനെ കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ എന്നാ ഇതാണ് അവസ്ഥ. ഇന്ന് സംസാരിക്കുന്ന സൗണ്ട് കേട്ടോണ്ട് ഞാൻ അവിടെ വന്നിട്ട് കുറയ്ക്കുക. വാതിലിൻ്റെ അവിടെ നിന്നിട്ട് എന്നെ കടിക്കും. നോക്ക് ബേബി. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. എനിക്കിനി വെള്ളം ഒഴിക്കണം. കുറച്ച് മഴ പെയ്തിട്ടുണ്ട്, എന്നാലും ഞങ്ങളിപ്പോൾ പോവുമല്ലോ. ഇപ്പോൾ വെയിൽ വരുന്നുണ്ട്. അപ്പം ഇച്ചിരി വെള്ളം ഒഴിക്കണം. മുറ്റം ഒന്ന് അടിച്ചു വരണം. പിന്നെ അകം വൃത്തികേടായി കിടക്കുവാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. പിന്നെ അതിന് ശേഷം അപ്പോഴേക്കും ഏകദേശം ഇപ്പോൾ 6:45 ആവാറായി. 8 മണിക്ക് ഇറങ്ങണമെങ്കിൽ അതിന് മുന്നേ എനിക്ക് പല്ലേക്കണം, ഡ്രസ്സ് ചെയ്യണം, സ്നോ ബേബിക്ക് ഫുഡ് കൊടുക്കണം, സ്നോ ബേബിനെ റെഡിയാക്കണം, സ്നോയുടെ ഐറ്റംസ് എടുത്ത് വെക്കണം. അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഓൾറെഡി കാറിലുണ്ട്. അപ്പം അതിനുള്ള മുട്ടയും കൂടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ഇറങ്ങും. ഓക്കെ. അപ്പം ഞാൻ ഇനി വ്ളോഗ് പിടിച്ചുകൊണ്ട് വന്നാൽ എൻ്റെ പണി കറക്റ്റ് സമയത്ത് കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്യാം. സ്നോനെ ഞങ്ങൾ സൈഡാക്കി. ഗൈസ്, നമ്മളങ്ങനെ കറക്റ്റ് 8 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം 8 മണിക്ക് ഇറങ്ങിയാലേ നമ്മളവിടെ എത്തുള്ളൂ. വാളയാറ് വഴി കോയമ്പത്തൂർ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് വേറൊരു വഴിയും കാണിക്കുന്നുണ്ട്. പാലക്കാട് നട്ടപ്പാടി വഴി
അപ്പോൾ അട്ടപ്പാടിയുടെ ബോർഡറിലാണ് നമ്മുടെ കോളേജ് ഉള്ളത്. അപ്പോൾ എളുപ്പ വഴി എന്ന് പറയുന്നത് വാളയാർ വഴിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നേരെ കണ്ണപ്പന എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കണ്ണപ്പന എടുക്കാൻ പോയിട്ട് അവിടെ വെച്ച് കാണാം. ഞങ്ങള് പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് വന്ന് നിൽക്കാണ്. ഞങ്ങള് പോണ വഴിക്ക് ഒരു അമ്പലത്തിൽ കയറിയിട്ട് ചന്ദനമൊക്കെ തൊട്ട് അവൻ തൊട്ടില്ല, അവൻ കുളിച്ചില്ല. ഇനി നേരെ ഡ്രം എടുക്കാൻ പോവും. അതിന് ശേഷമാണ് നമ്മൾ അട്ടപ്പാടിയിലേക്ക് പോകണം. അപ്പൊ കുറച്ച് ടാസ്ക്. എന്റെ വീട്ടിൽ കുറെ നാളെ ക്ലാസ്സിൽ പോയില്ലേ, അതാകുമ്പോ അവിടെ നിന്ന് ഇച്ചിരി നടക്കാനുള്ളൂ. പഴയ കഥകൾ. ഇന്നലെ ഞങ്ങളുടെ കുറച്ച് പണ്ടത്തെ ഫോട്ടോസ് കാണിച്ചത് എന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടെന്ന്. ഇവിടെയാണ് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടെന്ന്. ഇവിടെയാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. ഫസ്റ്റ് നമ്പർ ഞാനായിരുന്നു അന്ന്. ടീമിലല്ല, മൊത്തത്തില് ഫസ്റ്റ് ഞാനായിരുന്നു. ഞാൻ മൊത്തത്തില് സെക്കൻഡ്, പക്ഷെ ഫസ്റ്റ് തന്നെ കിട്ടുക. കാരണം അറിയോ, ഫസ്റ്റ് ഉള്ള ഒരാളെ കാർ വിടുമ്പോ ഒരാളെ ഇതിന് വിടുന്നു. അത് കാറിന് ഒരാളെ ഇതിന് വിടും, ഒരാളെ ഇതിന് വിടും. അപ്പൊ ഫസ്റ്റ് ഓരോരുത്തർ എനിക്ക് കിട്ടും. അവനായിരുന്നു ഫസ്റ്റ്, വേറെ ഒരുത്തരുണ്ടായിരുന്നു കമ്മിന്. പക്ഷെ അവനക്ക് കാറില്, എനിക്ക് ഇതിന്. നീ ഉണ്ടായില്ല എന്റെ കൂടെ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ കൂടെ നീ വന്നത് ടെസ്റ്റിന്. എനിക്ക് ഓർമ്മയില്ല. എന്റെ കൂടെ കാലത്ത് തന്നെ എവിടെ അറിയാൻ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയാണ് ടെസ്റ്റിന്. നീയല്ലേ കൂടെ വന്ന ടെസ്റ്റിന്? എന്നിട്ട് നീ വീട്ടിൽ പോയി. എന്നിട്ട് എന്നെ കാറില് മറ്റേ ഇതിന് കാട്ടൂർ കൊണ്ടുപോയത്. എന്നിട്ട് നീ വീട്ടിൽ പോയത് അല്ലേ? കാട്ടൂർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന്, റോഡ് ടെസ്റ്റിന്. റോഡ് ടെസ്റ്റിന് എന്നെ അവിടേക്ക് കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയത് അവിടേക്ക് തന്നെ. നീ തന്നെ ആക്കി തന്നെ? അതെനിക്ക് ഓർമ്മയില്ല. അല്ല, നീ എല്ലാം ആക്കി തന്നെ, നീ എല്ലാം ആക്കി തന്നെ. കണ്ട, അല്ലെങ്കിലും വെറുതെ പാടച്ച സിബിടണം. വെറുതെ തർക്കിക്കും. അങ്ങനെയാണ് തർക്കിക്കും. എന്റെ ബസ്സിനൊന്നും ആരും വന്നില്ല. ആ ഒറ്റയ്ക്കാണ് പോയത്. ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസുകാരുടെ കൂടെ ഞാൻ പോയത് കാറില്. എന്റെ വേച്ചിലുള്ള ഒരു കുറച്ച് പെമ്പിളരും കുറച്ച് മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അധികം പെമ്പിളരും കുറച്ച് ആമ്പിളേരുള്ളോ. പെമ്പിള്ളേരൊക്കെ കാറിന് കൊണ്ടുപോയി. എന്നോട് പറഞ്ഞേ ലൂൺ ഓടിച്ചിട്ട് അങ്ങോട്ട് വരാൻ. കാലത്തന്നെടാ സ്കൂളിട്ട് 7 മണിക്ക് 6 മണിക്കാണ്ട് പോണം. തമിഴ്നാട് പോട് ഉണ്ടല്ലേ? വെളുപ്പിനുണ്ടാ ഒരു കുറച്ച് ഇരുട്ടുണ്ട്, കുറച്ച് വൈകുന്നേരം പോലത്തെ സമയം. ഞാൻ ലൂൺ അടിച്ച് പോകുമ്പോണ്ടല്ലോ, സ്കൂളിലേക്ക് പോണ പിള്ളേരുണ്ടാവില്ല കുറച്ചൊക്കെ. അവരും എന്നിട്ട് അവിടെ എത്തിക്കഴിയുമ്പോ അവിടെ നിറച്ചും പിള്ളേര്. അതിന്റെ ഉള്ളിൽ കൊടുത്തിട്ട് ആറ്റത് കൊണ്ടുപോയിക്കാൻ വേണ്ടി തിരിച്ച് ഇവിടുത്തെ സ്കൂട്ടി കൊണ്ടുപോയത് ഞാൻ റോഡ് ടെസ്റ്റിന്റെ. അല്ല, ലൂണാണ് കൊണ്ടുപോവാ മറ്റേത്. പക്ഷെ സ്കൂട്ടിയിൽ ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഓണറിന്റെ. അപ്പൊ അത് കൊണ്ടുപോയത് ഞാനാ. പൊട്ടനായിരുന്നു ഞാൻ. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റില്ലേ കാറില്. ഞാൻ പറഞ്ഞേ എന്റെ ടെസ്റ്റ് ചെയ്യുമ്പോ നേരെ എടുക്കും. ആരുമില്ല നേരത്ത്, ആരുമില്ലാതെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് കാറ് ചെയ്യുമ്പോ ഒരപ്പാപ്പനെ ഇടിച്ചിടാൻ പോയി. അതൊരു പാലം. ആ പാലത്തുമ്മക്ക് കേറി അപ്പാപ്പനും കേറി, അപ്പാപ്പനും നടുക്കിൽ കേറി സൈക്കിളിന്. അപ്പൊ തന്നെ ഈ MVD മറ്റേ RT ഉണ്ടല്ലോ, അയാള് ഹാൻഡ് ബ്രേക്കിൽ കൈവച്ച്. ഞാൻ അപ്പൊ തന്നെ തേർഡ് ഗിയർ അങ്ങോട്ട് താത്തി ബ്രേക്ക് അടിച്ചപ്പോ ഇയാള് അപ്പൊ തന്നെ സൈൻ ചെയ്ത് കൊടുക്കാന്ന്. ഇവള് പ്രോയാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ പതുക്കെ പാമ്പ് ആമേണ പോലെ ഓടിച്ച് കൊടുത്തത്. ഞാനത് മാത്രം നല്ല സ്പീഡ്. ഞാൻ ഇപ്പൊ ഈ ഒരു സ്പീഡില് കുറച്ചും കൂടെ സ്പീഡിലാണ് ഞാൻ ഓടിച്ചത് 4th ഗിയർ പോയപ്പോ. അപ്പോഴാണ് ആ പാപ്പൻ കയറിയത്. അപ്പൊ തന്നെ തേർഡ് ഗിയർ ആക്കി. അപ്പൊ തന്നെ ആള് പേപ്പർ എടുത്ത് വെച്ച്
സൈൻ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് കാണിച്ചോളം പറഞ്ഞു. റിവേഴ്സ് എടുത്ത് കാണിച്ച അപ്പൊ തന്നെ സൈൻ ചെയ്തിട്ട് പെട്ടെന്ന് ഇട്ട് എനിക്ക് ബാക്കില് നമ്മളുടെ ഡ്രൈവിംഗ് ടെസ്റ്റുകാരുടെ കാർ ഉണ്ടാവും നമ്മളെ നോക്കാൻ. നമ്മൾ കയറിയിട്ട് അടുത്ത കുട്ടീനെ ഇറക്കും. അങ്ങനെയാണ്. അപ്പൊ അവരിന് പതുക്കെ വരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ചെന്നപ്പോ തന്നെ അവരൊക്കെ ഇങ്ങനെ നോക്കണം. ഇവളെന്താ ഇവള് എല്ലാവരും അഴഞ്ഞല്ലേ പോണ്. അങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിയത്. എയർ ഭയങ്കര കുറവാണ്. ഞങ്ങൾ പമ്പിൽ എയർ അടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ആവാനായിട്ടോ നമ്മൾ ഇതുവരെ ഡ്രം എടുക്കാൻ എത്തിയിട്ടില്ല. സോ അങ്ങനെ നമ്മള് വീട്ടിലെത്തി. അതായത് ആദ്യം നമുക്ക് ഡ്രം എടുക്കണമല്ലോ. അപ്പം അതിന് വേണ്ടി കടയുടെ കീ മേടിക്കാൻ വേണ്ടിയിട്ട് ഓണറുടെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. നമ്മൾ ഇവിടുന്ന് കീ മേടിച്ചിട്ട് നേരെ കടയിലേക്ക് പോകും. സ്നോ ബേബി നല്ല സ്ലീപ്പിലാണ്. സ്നോ ബേബി വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. മൂക്ക് വലിച്ചിട്ടുണ്ടല്ലോ. ചുണ്ടരി എത്രയായി? സമയം 10 മണിയായിപ്പോ. ഇനി നമുക്ക് 4 മണിക്കൂർ ഓട്ടമുണ്ട്. കോയമ്പത്തൂര് നമ്മൾ ഇങ്ങനെ പോണതിന് നമ്മൾ ഇങ്ങനെയാണ് പോകാൻ പോകുന്നത്. ബിക്കോസ് ഈ വഴി ഭയങ്കര പൊട്ട റോഡും ഭയങ്കര ചുരമാണ്. അപ്പം അതിലേ വന്നാൽ നമ്മൾ ഇങ്ങനെ പോയിട്ട് എത്തുന്ന കറക്റ്റ് സമയത്ത് എത്തൂല, ഇങ്ങനെ പോയിട്ട് എത്തുന്ന സമയത്ത് എത്തൂല. അതിൻ്റെ ഇരട്ടി എടുക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വഴി ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കാണ് പോവാണ്. ഓക്കെ, ഞങ്ങളുടെ കടയിലെത്തിയിട്ടാ. ഇവനിങ്ങനെയാണ്, ഇവനിങ്ങനെ കയറിയിരിക്കണം. അവർ പുറത്തിറങ്ങി അവനെ നോക്കണം. അപ്പം എന്ത് പണ്ടിയെടുക്കാൻ ആൺപിള്ളേരുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ ഇറങ്ങണ്ട. അപ്പം അവരിപ്പോൾ ഡ്രംസൊക്കെ എടുത്ത് ബാക്കിൽ കയറ്റും. അവരുണ്ടാവും ബാക്കിൽ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കും എന്ന് പറയണവൻ. കേട്ടോ, അവിടെ വെയിലാണ്. പോ ചൂടാണ്, വെയിലാണ്. അതല്ലേ ഞാനും പറഞ്ഞ. അയ്യോ വാ. അയ്യോ അത് കീയും കൊണ്ടുപോയി. അപ്പം ആ കീ കൊണ്ടുപോയി. അപ്പം അത് കാരണം ഞാൻ അങ്ങനെ ഡോറ് തുറന്നിട്ടേക്കാം. പിന്നെ അവരതൊക്കെ കയറ്റും. ഒന്ന് വണ്ടി എടുത്തല്ലേ പിന്നെ അത് നിർത്തൂല. അതുകൊണ്ട് അതുവരെ ഞാൻ സ്നോനെ ഒന്ന് ഇറക്കട്ടെ. എല്ലാം നമ്മളിങ്ങനെ ഇതാ കയറ്റിക്കൊണ്ടിരിക്കണ്ട. ഹൈവേ കയറി കുറച്ച് നേരം ഞാൻ ഉറങ്ങിപ്പോയി. നല്ല വെയിലുണ്ട് കേട്ടോ. സ്നോ ബേബി ഉറങ്ങി. കുറച്ചധികം കൺജസ്റ്റഡ് ആണ് നമ്മളെല്ലാവരും. ഏകദേശം എവിടെ എത്തി? പാലക്കാട് സെൻറ്റർ. നമുക്കിനി കോയമ്പത്തൂർ എത്തണം. ഒന്നുറങ്ങിയപ്പോഴേക്കും ഫുൾ ടാനായി. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ സൺസ്ക്രീൻ തീർന്ന്. പാലക്കാട് സെൻറ്റർ ഊണ്. അപ്പൊ ഈ വേറെ സൺസ്ക്രീൻ വാങ്ങിക്കണം. ഞാനും മിക്കവാറും സ്ലീപ്പും. ബിക്കോസ് ഞാൻ 5:30 ഞങ്ങളുടെ ഇൻറ്റാവും. ജെയ്സി ഇവിടെ റാലി എന്തിനാ? ജെയ്സി ഇവിടെ റാലി എന്തിനാ? വാടക വാർഷിക. ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട സ്കൂൾ ബസ്സിന്റെ ഇത് കണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ്. JCB റാലി ജീവിതത്തിൽ. ആ ഇത് വേറെ എന്തോ പിക്കാച്ച് അങ്ങനെ എന്തോ കഴിഞ്ഞ്. അത് ലാസ്റ്റ് വണ്ടി. ആ അതെ, വിഞ്ഞുണ്ട് കുഞ്ഞു കുഞ്ഞു ടെമ്പോ. ഇതാണ് ലാസ്റ്റ് വണ്ടി. കഴിഞ്ഞ് JCB റാലി. ഓ മലയോരത്തമ്മ ഞാൻ എടുക്കട്ടെ കൈസ് വീഡിയോ. രാവിലെ മുതൽ പട്ടിണിയാണ്. മുട്ട പുഴുങ്ങിയത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. മലയാള സംഘഗാനം പറഞ്ഞ ഉപജില്ലയിലൊക്കെ പോകുമ്പോ മലനിരകൾ മകുടം ചാർത്തും കൊണ്ട് ഒരു പാട്ടുണ്ട്. വയലേലകൾ പൊന്നണിക്കും
മധുമാസം പൂ ചൂടിക്കും മലയാളമേ മലയാളമേ. അങ്ങനെ വീട് പിടിക്കുമാ അറിയോ, കേട്ടിട്ടുണ്ടോ? കുഞ്ഞി പ്രേതപ്പല്ലി. ഓ ക്യൂട്ടാണ് എൻ്റെ മോണ്. കുഞ്ഞി പല്ലാണ് അല്ലോ. ചാച്ചിക്കോ ചാച്ചിക്കോ ചാച്ചിക്കോ. ചെരിഞ്ഞ് വീണ്. നമ്മളിപ്പോൾ നേരത്തെ എത്തും. 1 മണി 1.5 മണിക്കൂർ. ഗൈസ് ഇതാ ഞങ്ങൾ ഊണ് കഴിക്കാൻ കയറിയേക്കാം കേട്ടോ. വാ സ്നോ ബേബി. ആ എനിക്ക് ബിരിയാണി മതി. ബാ 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 ബാ. ഞങ്ങൾ അവർ മുസ്ലിംസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല അവിടെ. സോ ഞങ്ങളെ വണ്ടിയിലിരിക്കുക. ഇങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കണല്ലോ ഗൈസ്. അവൻ എപ്പോഴും അവൻ്റെ അടുത്തേക്ക് പോകണം. ആക്ച്വലി ഇതൊക്കെ ഒരു ശീലമായിട്ടാണ്. ഈ ഇങ്ങനെ ഒരാൾ കാറിലിരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ മിക്കപ്പോഴും ഞാനാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ അപ്പിയിട്ടിട്ടില്ല കേട്ടോ. സുന്ദരിയാണല്ലേ. അപ്പുറത്തപ്പുറത്തും കാനയാണല്ലോ. വീഴുവോ? 1000 കൊടുത്താലേ തിന്നുള്ളൂ സാറ്. ഞങ്ങൾ രണ്ടാളിങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ, അല്ലേ? ദേഷ്യം വന്നിട്ടേ ഒരു പുണ്യാലെ ഒരു ഉമ്മ വെച്ചതിനാണ്. ബാ ഉമ്മ തരില്ല കുട്ടി. ഒരു ഉമ്മടാവും. അവനെ ഇവിടെ ഇരിക്കണ്ട, തന്നെ ചാടിപ്പോയി. സൗണ്ട് കേൾക്കുന്ന അവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് ചാടി. ഓ വെച്ചതുപോലെ കിടക്കുന്നുണ്ട് കണ്ടോ. ഞാൻ ബിരിയാണി പറഞ്ഞിട്ട് ആ പലാവ് പോലത്തെ പലാവ്, അച്ചാറ്റ് പലാവ് ബിരിയാണി എന്നാണ് പറഞ്ഞത്. ഇത് ബാംഗ്ലൂർ ബിരിയാണി, ഐ മീൻ തമിഴ്നാടൻ ബിരിയാണി. പോരാ. എൻ്റെ മെസ്സിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പുലാവിനേക്കാൾ മോശം. 3 നാളവിടെ ഊണ് കഴിക്കാനാണ് പറഞ്ഞേക്കണം കേട്ടോ. തമിഴ്നാട്ടിൽ വന്നിട്ട് ഊണ് പറഞ്ഞാൽ വാവ് അടിപൊളിയായിരിക്കും. എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതിൻ്റെ അവസ്ഥ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ വായ കഴിക്കാൻ കൊള്ളില്ല, വിശപ്പുണ്ട് കഴിക്കാന്ന് അറിയില്ലേ, ആ അവസ്ഥയാണ്. വിശപ്പുള്ളതുകൊണ്ട് ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു. വിശപ്പ് മാറി തുടങ്ങിയപ്പം ടേസ്റ്റൊക്കെ പോയി തുടങ്ങി. പക്ഷെ കഴിക്കും ഞാൻ, വേസ്റ്റ് ചെയ്യില്ല. സ്നോ ബേബി മണത്ത് നോക്കിയിട്ട് നാക്കൊണ്ട് നൊക്ക പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. ഓ വെള്ള നോക്കട്ടെ. ഒന്നും കൊള്ളൂല. പുലാവ് റൈസ് അങ്ങനത്തെ ഞാൻ പറഞ്ഞുതരാം. ഇത് തമിഴ്നാട് ഓർഡർ ചെയ്തോ ബിരിയാണി എന്നിട്ട് അവരെനിക്ക് പുലാവ് കൊണ്ട് തന്നു. എന്ത് പണിയില്ലേ, കൊറേ അകലായിരിക്കും. പക്ഷെ വലിയ മലയാണ്ട് ഇത്ര അടുത്ത് തോന്നണേ. അത്രയും വലിയ മല അത്. പുള്ളിക്കാരൻ ഉറങ്ങി. പുള്ളിക്കാരൻ ചിക്കനും വേണ്ട, കുക്കലും വേണ്ട, ഒന്നും വേണ്ട. ഊണ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഷോക്കല്ലേ. മീൻ വറുത്തത് മസാല കിടിലനായിരുന്നാ? നല്ല സ്ഥലം. ഞാനൊന്ന് അവിടെ തന്നെ വാഷ്റൂമിൽ പോയി, ഇല്ലെങ്കിൽ ടൈം വേറെ പമ്പിലൊക്കെ കയറാൻ ടൈം പോയില്ലേ, അതുകൊണ്ട്. ഗൈസ് ഞങ്ങൾ കോയമ്പത്തൂരൊന്നും എത്തിയിട്ടില്ല. ഞങ്ങൾ വാളയാർ എത്തിയിട്ടുള്ളൂ. ഇനി കോയമ്പത്തൂര് ഒക്കെ എത്തണം, അത് കഴിയണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ആ വഴി അട്ടപ്പാടി കയറാൻ. കയറണ്ട? ആര് പറഞ്ഞു? എന്തേ അവന് അട്ടപ്പാടിയില്ല? ആണോ? ഞാനെങ്ങനെ അറിയാനാ? എപ്പോഴാ വിളിച്ചേ? അപ്പൊ ഞാൻ പിന്നെ മൂത്രമൊഴിക്കാൻ കൊണ്ടുപോയിക്കായിരുന്നില്ലേ. ഗൈസ് ജോയിലുണ്ട് ഞങ്ങളുടെ അവിടെ. എന്തല്ലേ അതെ, ഞങ്ങള് വരണം വഹിക്കണമെങ്കിൽ ജോയിലിനായിട്ട് ട്രിപ്പ് മൂടായിട്ട് കാടിനുള്ളിൽ കൂടെ വരാം. ആണോ? നാളെ പരിപാടി ഇല്ലേ നിനക്ക്? എന്നാലും ടൈഡാം.
ആവുമ്പോ കാണിക്കാം. ഓക്കെ, എന്നെക്കാണ് കുറച്ചേരം. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഈ ഉടുപ്പ് തിരിച്ചിട്ടൊക്കെയായിരുന്നു. അതുകൊണ്ട് ഇതിങ്ങനെ ഇറങ്ങി പോണ്ടായിരുന്നു ഇത്ര നേരം. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഏത് അല്ല, പച്ച പോലത്തെ ഒരു കാപ്പി. ഗാന്ധിപുരത്തേക്കുള്ള ബസ്സാണിത്. മൂവാറ്റുപുഴന്ന് വരണ കോട്ടയം. പോടാ പറയണല്ലേ, ഇവൻ അച്ഛന്റെ പാരമ്പര്യം പോലെ തുടരും. അനക്ക് 5 കാലുണ്ട്. അനക്ക് 5 കാല് 3 കൊമ്പുണ്ട്. കണ്ടാമൃഗത്തിന്റെ പോലെ നടുവിലൊരു കൊമ്പ്. കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. കണ്ടിട്ടില്ലേ അങ്ങനൊക്കെ ചോദിക്കും. എനിക്കറിയില്ലേ ഇതൊക്കെ. ആണോ തേക്കും തോട്ടം? അതിന്റെ ഇടയിൽ മഹാഗണി ഉണ്ട്. മണ്ട ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്. മരത്തിന്റെ എന്തോ മറ്റേ സെറ്റപ്പ് എന്ത് സെറ്റപ്പ്? കോറി എന്ത് ഉണ്ടായാലും അതൂന് കോറിയാണ്. അതാണ് ഏറ്റവും വലിയ. സിമെന്റില്ലേ സാൻഡ് അതുപോലെ സ്ഥലമുണ്ട്. அப்ப நான் பொட்டனா ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? വേണ്ട, വിഷയം മാറി. ആ സിമെന്റ് വായിക്കണപ്പോ പറയണേ നമ്മുടെ നാട്ടിലിട്ടാ അതേ കോറിന്ന്. നല്ല ഇതാക്കണതിനാണ് കോറി ഇത് പറയാ. പൊന്നെ ഇരിപ്പുണ്ട്, അതേപോലെ വീട്ടിലിരിപ്പുണ്ട്. ഞാൻ ചില സമയത്ത് കുളി സൺസ്ക്രീന് പകരല്ല എന്നെ വെളുക്കാൻ വേണ്ടി തിരിക്കണ ക്രീമാണ്. സൈത്തേട്ടൻ കാണണ്ടേ കമന്റ്. സൈത്തേട്ടന്റെ ക്രീം കണ്ണം മോഷ്ടിച്ച്, കണ്ണണ്ടേന്ന് അത് മോഷ്ടിച്ച്, അതുണ്ടെന്ന് ഞാൻ മോഷ്ടിച്ച്. ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണ്. കാരണം എന്റെ എടുക്കാത്ത ഡ്രസ് തല്ലാണ്. ഞാനന്ന് കൊറേ കവറുകൾ കൊടുത്തയച്ചു. എനിക്ക് ഒന്നല്ലെങ്കിൽ ആ കവറിലാണ്, അല്ലെങ്കിൽ അലമാരുടെ ഇടയിൽ തുണി മടക്കി വെച്ച കൂട്ടത്തിലുണ്ടാവും എന്തായാലും കവർ. അതുകൊണ്ട് കത്തിക്കാൻ പറഞ്ഞ ഒന്നും ആവശ്യമില്ലാത്ത കുഞ്ഞൻ പറയും അവിടെ വെച്ച കളയണ്ട. അവസാനം അത് അവിടെ കിടന്ന് അവസാനം ഞാനത് അതിന് ലാസ്റ്റ് മൂത്രം തുടങ്ങി അടുത്തത് ഓർമ്മയില്ലേ? ഇതിങ്ങനെ തൊട്ടേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വ്ലോഗ് എടുക്കാം. ഓക്കെ, കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂർ ബസ് എടുത്തിട്ട് പോവാം. നല്ല ഭംഗിയുള്ള ബസ്. തമിഴ് വീഴ അല്ല, തമിഴർ വീഴ അങ്ങനെ എന്തോ കോയമ്പത്തൂര് മൊത്തം എം ടി പിള്ളേരാന്നാണ് അത് പറയണത്. അതല്ല, കണ്ണപ്പൻ എം ടി. നല്ല ഭംഗിയുള്ള സ്ഥലല്ലേ, ഒരു നല്ല ലേക്ക്. മേട്ടുപ്പാളയം പോവാ, 40 കിലോമീറ്റർ ഉള്ളു ഇവിടെ മേട്ടുപ്പാളയത്തേക്ക്. സത്യം 3 റോഡ്, 3, 4, 5 ഇത്ര റോഡാ. നല്ല ഭംഗിയുണ്ടടാ വീഡിയോയില് കാണാൻ. വരുന്നുണ്ട് ഫോളോ ശരി കേട്ടോ. താഴേക്കെത്തും കണ്ടാ. താഴെത്തി. ഓ മറ്റേ മേലേന്ന് അതും കോയമ്പത്തൂരാണ്. ഇത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ജോസഫ് മാർക്കറ്റിംഗ്.
ഇതാണ് കോയമ്പത്തൂർ സെന്റർ. ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഉക്കട മാർക്കറ്റ് അല്ലല്ലോ, കോയമ്പത്തൂർ മറ്റേ മാർക്കറ്റ് ഇല്ലേ, അത് ഇത് ഇവിടെ ഏട്ടാ. എടാ കോയമ്പത്തൂർ എന്തോ ഫുള്ള് ബിൽഡിങ്സ്. അതിന്റെ ഉള്ളിൽ കൂടെ നമ്മ പോണം. ദൈവമേ, നമ്മളങ്ങനെ അതാ പോയി ഒരു പാലക്കാടൻ ബസ് കണ്ട്. കേരളത്തിലെ ബസ്സാണത്, KSRTC ആണ്. പാലക്കാട് ഓ കേട്ടാ, നല്ല വൈബ് പ്ലേസ് ആണ്. അവിടെ നോക്കിയാലും മല, ഇവിടെ നോക്കിയാലും മല, നേരെ നോക്കിയാലും മല, എല്ലായിടത്തും മലയാണ്. മല ഗിരി എന്ന് പറഞ്ഞ എന്താ? മല. തെന്നലെന്ന് പറഞ്ഞ കാറ്റ്. എന്റെ പേര് ജോർജ്, അപ്പന്റെ പേര് ജോർജ്. അത് മേരിയോട് പറയായിരുന്നു പേര് മറ്റുള്ളത്. മനസ്സിലേക്ക് വെറുതെ ഒന്ന് പറയാ, അല്ലെങ്കിൽ സമാധാനം. വൈബ് സ്ഥലം, വൈബ് പറഞ്ഞ വൈബ്. എന്തൊക്കെ ഫാക്ടറികളൊക്കെ ആയിട്ട് ഇവിടെ. കിട്ടില്ല പ്ലേസ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഇതായി പോയി. എവിടെ? ക്യാമറയില് കിട്ടൂല. ഇങ്ങനെ ശരിയാ. അപ്പൊ മലകള് നമ്മളോട് പറയാണ്. അമലല്ല ചേട്ടൻ. കേട്ടതല്ല ഞാൻ കുറച്ച് കാഴ്ച കണ്ടേ. കൊറേ പുളികൾ കുറച്ചേരായി ഇങ്ങനെ. നല്ല ഇപ്പൊ തമിഴ് വൈബ് അല്ലേ. മുള്ളൻകാട്, മുള്ളു പോലെ ഇരിക്കണ മരങ്ങളുടെ കാടാണിത്. ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇനി കുറച്ച് നേരമായിട്ട് പോയിക്കൊണ്ടിരിക്കണത്. നല്ല വൈബാണ്. കണ്ട മുള്ളംകുല്ലില്ലേ, നരന്റെ സ്ഥലം ആണോ മുള്ളംകുല്ല്? അത് പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ. കിടല ഗ്രാമത്തിൽ കൂടെ പോണത്. അത് പ്രഷർ ഇല്ല, മർദ്ദം കൂടുകയും കുറയുകയും ചെയ്യും. ഏറ്റവും അവസാന ഘട്ട ഭൂമിയുടെ നമ്മളുടെ നിൽക്കുന്ന നിലമ്പതിയിലല്ലേ പോകുമ്പോ മർദ്ദം കൂടണപ്പേ പ്രഷർ അറിയും ചെയ്യില്ല. എന്നിട്ട് പറയാൻ പറഞ്ഞ പഠിപ്പിക്കാൻ വരും. അറിയാൻ വേണ്ടില്ല ചോദിച്ചേ. പറഞ്ഞുതരുമ്പോ എന്ത് ചെയ്യണം? അങ്ങനെയാണല്ലേ നേരത്തെ പറഞ്ഞ ആനേക്കാട്ടി എത്തിയിട്ടുണ്ട്. ഒരു ഗ്രാമം അല്ലേ? അതാണ് ആനക്കാട്ടി. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമ്മുടെ അട്ടപ്പാടിയിലിരിക്കുന്ന നമ്മുടെ കോളേജിലേക്ക്. ഇതാണ് ചെക്ക് പോസ്റ്റ്. കണ്ട ഇവിടെ ചെക്ക് പോസ്റ്റ്. 5 മിനിറ്റ് കിട്ടണ്ട. ഇനി 5 മിനിറ്റ് ഉള്ളു ഗൈസ്. ഗ്രാമീണ വൈബ്. ഓല ഇവിടത്തെ ഓലകളൊക്കെ നല്ല ഭംഗിയുണ്ട്. അത് ശരിയാണ്. അത് ശരിയാണ്, സത്യാണ്. നോക്ക് ഭയങ്കര ഗ്ലേസിംഗ് ആണ്. എന്റെ വ്ളോഗിൽ ഇതൊക്കെ വരൂട്ടാ. നോക്കിയ ഇവിടുത്തെ ഓലകൾ കാണാൻ കണ്ട ഒരു ഗ്ലേസിംഗ് ആണ്, നല്ല ഭംഗിയാണ്. ഇതൊക്കെ എനിക്ക് ഞാൻ യോജിക്കുന്നു. ഗ്രാമീണ ഭംഗി. നമ്മളിതാ കോളേജ് എത്തി ഗൈസ്. ഇതൊക്കെ വ്ളോഗിൽ വരൂടാ. കുഞ്ഞിട്ട്
എന്തോ പെണ്ണുങ്ങളുടെ പടം. പെണ്ണുങ്ങളൊന്നുമില്ല, കുഞ്ഞു കിടന്നോ? എനിക്ക് ഇഷ്ടായില്ലാന്ന് പെണ്ണുങ്ങളെന്ന്. അവനെ എനിക്ക് നോക്കിട്ട് കിടക്കണ് പാവം. വേടന്റെ സ്റ്റേജാ. ഓ ഗോഡ്, വേടന് കൊടുത്ത സ്റ്റേജാ നമ്മള് അവിടെ. മന്ദിര മന്ദിര നമ്മളിതാ വന്നപ്പോൾ തന്നെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടാ. കാരണം നമുക്ക് 3 മണിക്ക് തുടങ്ങണം, ഇപ്പോൾ 2:45. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം തുടങ്ങുകയാണ്. പിന്നെ ഇതാണ് നമ്മളുടെ പരിപാടി സ്ഥലം. വണ്ടി ഇറക്കിയിടും കേട്ടോ. ഇത് എവിടെ പോവാ? വിളിക്കണം. ചേട്ടന്റെ ജീൻസ് വേണോ നിനക്ക്? ചേട്ടന്റെ ഉമ്മ വെച്ചാണോ? ആ ചേട്ടന് ഇഷ്ടപ്പെട്ട്. ഇത് 2:45. ഇതാ നമ്മളെ സെറ്റായി കേട്ടോ. സ്നോ ഫാൻസ് DJ മണ്ണൻ നമുക്കിവിടെ തുടങ്ങി 3:22 ഇടി ഉണ്ടാക്കി. വെരി ഗുഡ് ബോയ്സ്. പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നൊക്കെ സാറ് വിളിച്ച് പറയുന്നു. ഇവിടെ കിട്ടിയ ആർക്കറിയാം. 10 മിനിറ്റിനകം ബസ് എടുക്കും. നിങ്ങൾ ഫ്രഷ് ആവുക, ബസ് കയറിക്കോളൂ കേട്ടോ. 9 ഇടി. പ്രോഗ്രാം തുടങ്ങി, ഇടി തുടങ്ങി, പ്രോഗ്രാം നിർത്തി. നല്ല കിടിലൻ സ്റ്റേജും എല്ലാം അടിപൊളിയായിട്ട് വരുന്നു. പ്രോഗ്രാമും അടിപൊളിയായിട്ട് തുടങ്ങി. പിള്ളേരും നല്ല വൈബ് പിള്ളേരായിരുന്നു. പക്ഷെ അതിൽ സെക്കൻഡ് ഇയേഴ്സും ഫസ്റ്റ് ഇയേഴ്സും തമ്മിൽ അടിയായി പോയി ഗൈസ്. എടി ഞാൻ എന്താ സ്നോ ബേബിയുടെ ഹെയർ ബാൻഡ് തപ്പി വന്നതാണ്, കാണാനില്ല. ഇതപ്പോൾ അവിടെ തള്ളണുണ്ടോ? ചുമ്മാ കുഞ്ഞു കുഞ്ഞു തല്ലുകൾ. ഹെയർ ബാൻഡ് എന്തായാലും കിട്ടുമോ നോക്കട്ടെ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ കിടിലൻ ഹെയർ ബാൻഡ് ആയിരുന്നു ഗൈസ്. അവനത് ഭയങ്കര ക്യൂട്ടാണ്. കിട്ടി. യെസ്. അമ്മുമ്മേങ്ങ വാങ്ങി കൊടുത്തതാ. അല്ല, അശ്വനി മെല്ലിമ്മ മേടിച്ചു കൊടുത്തതാ ഇത്. ഹെയർ ബാൻഡ് വിക്ടറി കളിയില്ല, കഴിഞ്ഞില്ല കേട്ടോ. സ്നോ ബേബി നീ കളഞ്ഞല്ലേ നിന്റെ ഹെയർ ബാൻഡ്? ഇത് ഞാൻ കണ്ടുപിടിച്ചു നടന്ന്. ക്യാൻസൽ. അയ്യോ പാവം, പൊട്ടി പോലുമില്ല. അത് ശരിക്കും കുഞ്ഞാണോ സെലിബ്രിറ്റി? സ്നോ ബേബി ആണോ അത്? അടുത്തടി അടി ഓട് നോക്ക്. അടി കാണാൻ അടി കാണാൻ ആന്നേ. കിടിലെ സ്റ്റേജും പിള്ളേരും നല്ല വൈബാണ്. നമുക്കും പോയാലോ? പേയ്മെന്റ് കിട്ടായിരിക്കും, അല്ലാതെ എവിടെ പോവാൻ? അത് കിട്ടും. ഡോണ്ട് വറി. എനിക്ക് പണിയെടുത്തില്ലെങ്കിൽ എനിക്ക് കാശ് വേണമെന്ന്. എൻ്റെ ബേബി അവിടെ കിട്ടോ? മമ്മി ഇത് ഹെൽപ്പ് ചെയ്യട്ടെ. സ്നോ ബേബിക്ക് കൂട്ടുകാരായി ഗൈസ്. സീന് ഓടിച്ചിട്ടടിക്കുന്നു ഗൈസ്. ഭയങ്കര ടെൻഷനുള്ള സമയമാണ്. നമ്മൾ വേഗം പുറത്തേക്ക് പോകണം. അതെ, എക്സ്ക്ലൂസീവ് ആണ്. സ്നോ ബേബിനെ പൊക്കി കഴിഞ്ഞ് ക്രൗഡ് ആക്കരുതെന്നാണ് പറയണത്. ബസ്സിന്റെ പുറകെ പിടിച്ചാലും നമുക്ക് വണ്ടിക്ക് കോളേജിന്റെ പുറത്തിറങ്ങാൻ പറ്റും. സ്നോ അവിടെ ഇരിക്കേ, നീ ഇല്ലെങ്കിൽ എന്താ ചടിയായി. കാരണം സീൻ അടിയാണ് അവിടെ. അടി 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 അടി. ബസ്സിലടിയാണോ?
ബസ്സിലൊക്കെ അടി. ബസ്സില് വരെ അടി, 2 ബസ്സിലും അടിയാണ്. പൊരിഞ്ഞടി, നമ്മള് നല്ല കോളേജ്, നല്ല സ്പെക്ക്, നല്ല വൈബ്, പിള്ളേര് എൻജോയ് ചെയ്തിട്ട് 1/2 മണിക്കൂർ കറക്റ്റ് തകച്ചില്ല അവന്മാര്. 3 മണിക്ക് 3:05 കഴിഞ്ഞ് 3:10 ആ ഒരു സമയത്ത് കഴിഞ്ഞതേ. പക്ഷെ 3:22 അവന്മാര് അടി ഉണ്ടാക്കി. അതായത് 3:15 തുടങ്ങിയില്ലേ? അല്ലല്ല 3:10 11 എത്ര ഇങ്ങനെ തുടങ്ങി. 3:15 മുന്നേ തുടങ്ങി. എന്തായാലും പേയ്മെന്റ് ചെയ്തു കേട്ടോ ഫുള്ള്. ഞങ്ങള് ട്രിപ്പ് കാണുന്ന മൂടായി അല്ല, അതുണ്ടല്ല കീടില്ല സ്ഥലം. നമ്മള് തിരിച്ച് കാട്ടിക്കൂടെ പോണത്. നമ്മള് വരുമ്പോ ആക്ച്വലി അതിലായിരുന്നു വരണ്ടേ. നമ്മള് ഇപ്പൊ പകലായോണ്ട് നമുക്ക് അതിലേ പോവാം. ഇനി സമയം ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എത്തിയാൽ മതിയോ. ഇവിടെ വെയില്, മഴ ഇപ്പൊ പെയ്യും. ആ വെയില്